പ്രേക്ഷകർക്ക് വീണ്ടും പുന്നമടയിലേക്ക് സ്വാഗതം. പുന്നമടയിലെ ആവേശപ്പോര് അതേപടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ റെഡി. കാണാൻ നിങ്ങളും തയ്യാറായിരിക്കുക. അപ്പോ ഇനി എവിടേക്കാ പോണേ? ഇനി നമ്മൾ പോവാൻ ശരണ്യോടെ ചമ്പക്കുളത്തുണ്ട്. നിങ്ങൾ ഇറങ്ങാൻ പോവാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് ഈ ചുറ്റുവട്ടത്ത് തന്നെ, അല്ലേ? അപ്പൊ ഈ പുന്നമടയിലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഇത്രയും 10,000 ടിക്കറ്റാ വെക്കുന്നത്. പക്ഷേ ഇവിടെ എത്തുക ഏതാണ്ട് ലക്ഷത്തിനടുക്കാത്ത ആൾക്കാരാണ്. അപ്പോ ഇത് വെള്ളമാണ്, നമ്മൾ സൂക്ഷിക്കണം. ഏത് സമയവും എന്ത് പ്രതിസന്ധി ഉണ്ടാവാം. പക്ഷെ ആ സമയത്ത് എല്ലാം സജ്ജരായിരിക്കുന്നത് NDRFന്റെ ഒരു സംഘത്തെ നമുക്ക് ഇവിടെ കാണാം. ഈ NDRF ടീം എല്ലാം സെറ്റാണ്. NDRF ടീം ഹിന്ദി है ना? नो इश्यूज, ओके. कहाँ से आप? हम लोग NDRF 4th आरबी रिजर्व बटालियन आरकोन में NDRF आरकोन से तो डिफरेंट. तो पहले आते हो इधर जी फर्स्ट टाइम अंदर रिक्वेस्ट ऑफ आलमपुर कैसे है? अच्छा है, बहुत अच्छा है. कैसे है हमारा नेहरू ट्रॉफी बोट रेस का स्पिरिट? जो टाइम विजिट है हमारा मानसून के दौरान में हमें डिप्लॉय किया गया है. अलापूजा में ऑल ओवर केरला 9 टीम डिप्लॉय है. तो हम अभी ये नेहरू ट्रॉफी के लिए फर्स्ट टाइम NDRF को डिप्लॉय किया गया है यहाँ. ठीक है. ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇവർക്കും ഒരു ആവേശം ഉണ്ടാവും ഉറപ്പായിട്ടും തോന്നുന്നു. ഇതിൽ ഞങ്ങൾ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് തപ്പി നോക്കി, പക്ഷെ തെരഞ്ഞെടുപ്പ് കിട്ടിയില്ല. തെരഞ്ഞെടുപ്പ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പരീക്ഷിച്ചു നോക്കി, പക്ഷെ ഇല്ല, മലയാളികളൊക്കെ അപ്പുറത്ത് എവിടെയോ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ കൂട്ടത്തിൽ മലയാളികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആരെങ്കിലും തിരിച്ചറിയോന്ന് ഞാനൊന്ന് നോക്കി. ഇല്ല, കുഴപ്പമില്ല. അപ്പൊ ശ്രീജ, നമുക്ക് എനിക്ക് ചമ്പക്കുളത്തേക്ക് പോകാം. ചമ്പക്കുളത്ത് ശരണ്യുണ്ട്. ശരണ്യ അവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ കാലാവസ്ഥയുടെ കാര്യം ഒന്ന് പറയട്ടെ. ഞാൻ അടിയന്തരമായി കാലാവസ്ഥയുടെ കാര്യം രാവിലെ ഇറങ്ങുമ്പോ 6:45 ഞാൻ 6:30 ഇറങ്ങുമ്പോ പെരും മഴ. ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ദിവസം കുളമായി, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ഒരു 5 മിനിറ്റ് മുന്നേ നല്ല പൊള്ളുന്ന വെയിൽ, അങ്ങനെ മാറി മറിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പൊ വീണ്ടും മൂടിയിട്ടുണ്ട്. ഇങ്ങനെ കാലാവസ്ഥ മാറി മറിഞ്ഞ് നിൽക്കുകയാണ്. ഇന്നലെയും ഇത് തന്നെയായിരുന്നു സ്ഥിതി. രാവിലെയൊക്കെ മഴയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെറിയ തെളിച്ചമൊക്കെ വന്നു. ഇന്നത്തെ ദിവസം മഴയൊന്നും മാറി നിന്നാൽ വളരെ നല്ലതാണ്. നമുക്ക് വള്ളം കളിക്കാർക്ക് മഴയൊന്നും പ്രശ്നമല്ല. പക്ഷെ നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഈ കാഴ്ചയ്ക്ക് തന്നെ ഓടി നടന്ന് കാണിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. പക്ഷെ ഇപ്പൊ മഴയൊക്കെ മാറി നിൽക്കുന്നു. നല്ല തെളിഞ്ഞ കാലാവസ്ഥ, നല്ല സുഖമുള്ള കാലാവസ്ഥയായി പതുക്കെ മാറുകയാണ്. അപ്പോ നമുക്ക് ചമ്പക്കുളത്ത് പോവാം. ചമ്പക്കുളത്ത് ആ നീറ്റിലിറക്കുന്ന ചടങ്ങ് അവിടെ ഏതുവരെ ആയി നോക്കാം. ശരണ, എന്തായി അവിടെ? ശരണ്യ കേൾക്കുന്നില്ല. ശരണ്യ, എനിക്ക് തോന്നുന്നു ശരണ്യ ആവേശത്തിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി ഊളിയിട്ടോ എന്നൊരു സംശയം. അപ്പൊ എന്നാലും മൂളിയിട്ട ശരണ്യെ നമ്മൾ ഫോൺ വഴി തിരിച്ചു പിടിക്കുന്നതാണ്. ശരി, അപ്പൊ നമ്മൾ ഈ അടുത്ത് എന്തിനെ പറ്റിയാ പറയാൻ പോകുന്നത്? നമുക്ക് PBC പറ്റി പറയാം. ആയിക്കോട്ടെ. പോയില്ലേ? PBC പോയി. ശരി, PBC എന്ന് പറയുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്. ഈ കുട്ടനാടിന്റെ ഹൃദയ വികാരങ്ങളൊക്കെ അതേപടി ഉൾക്കൊള്ളുന്ന ആ ബീറ്റ് അതുപോലെ എടുക്കുന്ന ഒരു ബോട്ട് ക്ലബ്ബാണ് പള്ളാത്തുരുത്തി. ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ 5 വർഷങ്ങളിൽ വിവിധ ചുണ്ടങ്ങളിലാണ് തുഴഞ്ഞത്. ഒരേ ചുണ്ടനിൽ അവർ തുഴഞ്ഞിട്ടേ ഇല്ല. ഈ 5 തവണയും അവർക്ക് കിരീടം സ്വന്തമാക്കാനായി. ഈ 6ാമത്തെ തവണ ഇത്തവണ അവർ വരുന്നത് ഡബിൾ ഹാട്രിക്. ഇത്തവണ അവരെത്തുന്നത് മേൽപ്പാടം ചുണ്ടനിലാണ്. അടിപൊളി ചുണ്ടനാണ് മേൽപ്പാടം ചുണ്ടൻ, പുതിയ ചുണ്ടനാണ്. അപ്പൊ ആ മേൽപ്പാടം ചുണ്ടനിൽ ഇവരുടെ കായിക കരുത്തും ബുദ്ധിയും എല്ലാം കൂടെ ചേരുമ്പോ ഒരു ഡബിൾ ഹാട്രിക് അടിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ അതിന്റെ ഇടയിൽ ആളുകൾ പറയുന്നുണ്ട് എല്ലാ കൊല്ലം ഒരു ടീമിന് തന്നെ രസമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മിടുക്ക് കൊണ്ട്, അവരുടെ ബുദ്ധി കൊണ്ട്, അവരുടെ ശക്തി കൊണ്ട് അവർ ജയിക്കുന്നതാണ്. അതിനെ വെല്ലാൻ അതേ ബുദ്ധി, അതേ കരുത്ത്, അതിലും ഒരു പടി മുകളിൽ നിൽക്കുന്ന സ്ട്രാറ്റജി ഇത്രയും വേണം. അതുണ്ടാവുമെന്നാണ് അറിയേണ്ടത്. നടുവാത്തിന് അതുണ്ടോ? പറ. അവിടെ സ്ട്രാറ്റജി ഒക്കെ ഞങ്ങൾ ഇന്നലെ പോകുന്നു പൊക്കാൻ നോക്കി, പക്ഷെ ചമ്മി പോയി, ഒന്നും പറഞ്ഞു തന്നില്ല. ശരണ്യ എന്തെങ്കിലും കണ്ടെത്തി നോക്കട്ടെ. ശരണ്യ പറ. ഇന്ന് ശ്രീജ, ഇന്നും ഞാൻ ആ ട്രംപറ്റ് ഊതുന്ന ആളെ കണ്ടു, പക്ഷെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരത് എന്തിനു വേണ്ടിയാണ് പ്രയോഗിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. വളരെ സസ്പെൻസ് ആണ് എല്ലാറ്റിനും എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും വളരെ എന്താ പറയുക, വിശ്വാസവും ഒപ്പം തന്നെ ആ ഒരു സ്നേഹവും ഒക്കെ സ്വന്തം വള്ളത്തോടും സ്വന്തം കരയോടും ഒക്കെ ഇടകലർന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഓരോ തുഴച്ചിൽക്കാരും തങ്ങളുടെ ചുണ്ടൻ വള്ളങ്ങളെ തൊട്ട് അവർ ആ ഒരു അവസാന നിമിഷത്തേക്ക് ഇറങ്ങുകയാണ്.
ആർപ്പുവിളികളും ഒപ്പം തന്നെ ഭക്തിനിർഭരമായ കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥനയോടുകൂടി ഇറങ്ങുന്ന ആ ദൃശ്യമാണ്. ഇത് കുട്ടനാടിന് മാത്രം നൽകാൻ കഴിയുന്ന മനോഹരമായ കാഴ്ചയാണെന്നുള്ളതാണ്. ദേ വള്ളത്തിലേക്ക് അവർ കയറാൻ പോവുകയാണ്. ഇതുപോലെ തന്നെയാണ് ഓരോ വള്ളപ്പുരകളിലും നടക്കുന്നത്. ആദ്യം ഇവിടെ എത്തി ആ ഒരുക്കങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായി ആ നടുഭാഗം ചുണ്ടൻ, ഈ പുന്നമട ബോട്ട് ക്ലബ് തുഴയുന്ന നടുഭാഗം ചുണ്ടൻ ഈ ഒരു വള്ളപ്പുരയിൽ വിശ്രമത്തിലായിരുന്നു. കാരണം പരിശീലനമൊക്കെ കഴിഞ്ഞ് പിന്നീട് ഇന്ന് നീറ്റിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള മിനുക്ക് പണികളിലേക്ക് നമുക്ക് വള്ളങ്ങളുടെ സുഖചികിത്സ എന്ന് തന്നെ പറയാം. ആ ഒരു മിനുക്ക് പണിയിലേക്ക് കയറി ഇന്നിപ്പോ ഉയർത്തുകയാണ്. ഇനി വെള്ളത്തിലേക്ക് ആ ഒരു നീരണിയുന്ന ആ ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർക്കായി നൽകാൻ കഴിയുക. ഓരോ തുഴച്ചിൽക്കാരും ഇവിടെ എത്തി. ഇന്ന് നടുഭാഗത്തിന്റെ ടീം, ഇറങ്ങുന്ന ടീം മുഴുവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ തന്നെയാണ് അവരുടെ വള്ളം ഉയർത്തി അത് ആ വള്ളപ്പുരയിൽ നിന്ന് ഈ ആറ്റിലേക്ക് ഇറക്കാൻ പോകുന്നത്. അതിനുശേഷം പിന്നീട് ഒരുപാട് ചടങ്ങുകളുണ്ട്. തുഴകൾ കൈമാറുന്നത് ഉൾപ്പെടെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അവരോട് ഓരോരുത്തരോടും സംസാരിച്ചിരുന്നു. അവർ ഓരോരുത്തരും പറയുന്നത് ഈ ഒരു മൊമെന്റിനെ കുറിച്ച് അവർക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പോലും കഴിയുന്നില്ല. നമുക്കറിയാം ഒരുപാട് സമ്മർദ്ദം ഉണ്ടാവും, എന്നാൽ ആ ഒരു റിലാക്സേഷൻ, ആ ഒരു കൂൾ മൈൻഡും അവർക്ക് വേണം. എന്നാലോ, കാരണം ഇതൊരു സെക്കൻഡുകളുടെ വ്യത്യാസത്തിലൊക്കെ ആളുകൾ ജയിച്ചു കയറുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുന്ന ഒരു ഇവന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുമുള്ള ഒരു സമചിത്തത കൈവരിച്ച് വേണം ഓരോ തുഴച്ചിൽക്കാരനും ആ വള്ളത്തിൽ കയറി പോകാൻ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു വള്ളത്തെ പുറത്തേക്ക് ഇറക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ്. ആ ട്രംപറ്റ് മുഴങ്ങിയിരിക്കുന്നു. ശ്രീജ, ലീഡിംഗ് ക്യാപ്റ്റൻ ഇപ്പോൾ ട്രംപറ്റ് മുഴക്കിയിരിക്കുകയാണ്. അവർ പൂർണ്ണ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ വള്ളം ഉയർത്തി അത് താഴത്തേക്ക് തൊടാൻ പോകുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ട്രംപറ്റ് നമുക്കറിയാം, നിങ്ങൾ ഒന്നെങ്കിൽ എല്ലാ ശക്തിയും ഉപയോഗിച്ച് മുന്നേറുക, അല്ലെങ്കിൽ ചില തന്ത്രങ്ങൾ അതിനകത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ട്രംപറ്റ് എനിക്ക് മനസ്സിലായി, അത് അതിശക്തിയോടുകൂടി ആ വള്ളം ഒന്ന് അവർ ഉയർത്തി ആ സമയത്ത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ വീണ്ടും ലീഡിംഗ് ക്യാപ്റ്റൻ രണ്ടാമത്തെ തവണയും ട്രംപറ്റ് ഊതിയിരിക്കുകയാണ്. ആ ട്രംപറ്റിന്റെ ശബ്ദം മുഴങ്ങുന്നത് നമുക്ക് കേൾക്കാം. രണ്ടാമത്തെ തവണയും അവർ ആ വള്ളം ഉയർത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ എത്ര തവണയാണ് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണുന്നത്. ഇതൊക്കെ ഓരോ ചടങ്ങുകളാണ് എന്നുള്ളതാണ്. നമുക്ക് തുഴച്ചിൽക്കാരുടെ അവരുടെ ഒരു മുഖത്തെ ഒരു സമ്മർദ്ദവും ഒപ്പം തന്നെ അവരുടെ ആ ഒരു ആകാംക്ഷയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ വള്ളം നീറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ തുഴ കൈമാറുന്ന അടക്കമുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾക്ക് ശേഷമാകും ഇവിടെ നിന്നും നടുഭാഗം ചുണ്ടൻ പുന്നമടയുടെ പുന്നമടക്കായലിന്റെ നെട്ടായത്തിലേക്ക് എത്തുക. അവിടെ പിന്നെയുള്ള നിമിഷങ്ങൾ നമുക്കറിയാം 2 മണി തൊട്ട്. അപ്പൊ നടുഭാഗത്തിന്റെ ആവേശ കാഴ്ചകൾ തുടരുകയാണ്. അത് തീരുന്നില്ല. ഇനിയും ഇതുപോലത്തെ കാഴ്ചകൾ വരാനിരിക്കുന്നുള്ളൂ. പുന്നമടയെ ചുറ്റിപ്പറ്റി, ഈ ജലോത്സവത്തിന്റെ വേദിയെ ചുറ്റിപ്പറ്റി എത്ര കാഴ്ചകൾ നോക്കിയിരിക്കുക അല്ലെ. എല്ലാ കാഴ്ചകളും അതേപടി എടുക്കാൻ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഈ വള്ളങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ ബഹുമാനം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടനാട്ടിൽ പൊതുവെ ജാതി മത ചിന്തയൊക്കെ വളരെ കുറവാണ്. കാരണം ഇവരെല്ലാവരും ഒരു വെള്ളം കയറിയാൽ ഒരുപോലെ പ്രതിസന്ധിയിലാവുന്ന മനുഷ്യന്മാരാണ്. ഏറ്റവും സിമ്പിളായി ജീവിക്കുന്ന ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ പോകുമ്പോൾ അവർക്ക് എന്ത് ജാതിയാണ്, മതമാണ്. അപ്പൊ ഇവര് വളരെ വളരെ